സ്മോൾ ഫോക്സ് എന്നായിരുന്നു ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2 എപ്പിസോഡ് 6 പേര്. ആൻഡ് ഈ എപ്പിസോഡിന് ടൈറ്റിൽ കൊടുക്കാൻ കാരണം ഈ എപ്പിസോഡിൽ മുഴുവനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് സാധാരണക്കാരെയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കാണിച്ചിരുന്നു എങ്ങനെയാണ് ടാർഗറിയൻസ് തമ്മിലുള്ള ഒരു സിവിൽ വാർ സാധാരണക്കാരനെ അഫക്ട് ചെയ്യുന്നുള്ളത്. പ്രത്യേകിച്ച് കിങ്സ് ലാൻഡിങ്ങിനകത്ത് ഓൾറെഡി ഗൾഡറ്റിൽ ഒരു വലിയ ബ്ലോക്കേഡ് ബ്ലാക്സ് ഉണ്ടാക്കിയത് കാരണം യാതൊരു തരത്തിലുള്ള ട്രേഡ് റൂട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കിങ്സ് ലാൻഡിങ്ങിൽ കംപ്ലീറ്റ്ലി പട്ടിണിയാണ്. കൊട്ടാരത്തിനകത്തുള്ളവർ മാത്രം ഭക്ഷണം കഴിക്കുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ സ്മോൾ ഫോക്സ് എങ്ങനെ അതിനോട് പ്രതികരിച്ചു എന്നതാണ് ഈ എപ്പിസോഡിൽ പ്രധാനമായിട്ട് കാണിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ എപ്പിസോഡിന് സ്മോൾ ഫോക്സ് എന്ന് പേര് കൊടുക്കാൻ കാരണം. ദെൻ ഈ എപ്പിസോഡിന്റെ ടൈറ്റിൽ ഇൻട്രോയിൽ ചെറിയ 2-3 മാറ്റങ്ങളുണ്ട്. ആദ്യം 1-2 എപ്പിസോഡുകൾക്ക് ശേഷം മൂന്നാമത്തെ എപ്പിസോഡിലായിരുന്നു വലിയ മാറ്റം കൊണ്ടുവന്നത്. പ്രത്യേകിച്ച് ബേബി ജഹേഴ്സിന്റെ ഡെത്തും റാറ്റ് കാച്ചേഴ്സിനെ ഹാങ് ചെയ്യുന്ന സീക്വൻസുകളൊക്കെ കാണിച്ചിരുന്നു. അതിനുശേഷം വലിയ മാറ്റം ഉണ്ടാവുന്ന ഇപ്പോഴാണെന്ന് പറയാം. പ്രത്യേകിച്ച് 4ാമത്തെ എപ്പിസോഡിൽ റൂക്സ് റെസ്റ്റിലെ ബാറ്റിൽ നമ്മൾ കണ്ടു. സോ 6ാമത്തെ എപ്പിസോഡിലേക്ക് എത്തിയപ്പോഴേക്കും ആ റൂക്സ് റെസ്റ്റിലെ ബാറ്റിൽ കൂടി ടൈറ്റിൽ ഇൻട്രോയിൽ പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടാവുന്നു. ബ്ലാക്സിന്റെയും ഗ്രീൻസിന്റെ ഭാഗത്ത് ഒരുപാട് പേര് മരിക്കുന്നതും 3 ഡ്രാഗൺസ് തമ്മിൽ ഫൈറ്റ് ചെയ്ത ആ ഒരു വലിയ യുദ്ധത്തിൽ 2 ഡ്രാഗൺസ് വീഴുകയും എയ്മണ്ടിന്റെ വേഗാർ എന്ന ഡ്രാഗൺ മാത്രം വിക്ടോറിയസ് ആയി മാറുകയും ചെയ്യുന്ന സീക്വൻസ് പ്രധാനമായിട്ട് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. അതിൽ തന്നെ സ്ലെയിൻ ഡ്രാഗൺസ് ആയ സൺഫയറിന് മെയിലിസിനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൽ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മെയിലിസിന്റെ ഡ്രാഗണിന്റെ ഭാഗത്ത് നമുക്ക് ഒരുപാട് ആരോസ് കാണാം. കാരണം ഗ്രീൻസ് മുഴുവൻ ഫയർ ചെയ്ത ആരോസ്. പക്ഷെ സൺഫയറിന്റെ ഭാഗത്ത് അതൊന്നുമില്ല. സൺഫയറിന്റെ ഭാഗത്ത് സ്കാർസ് മാത്രമേ ഉള്ളൂ. മെയിലിസ് ഉണ്ടാക്കിയിട്ടുള്ള കുറച്ച് സ്കാർസ്. ആൻഡ് ആ ഒരു ബാറ്റിന്റെ അവസാനം 2 ഡ്രാഗൺസിന്റെ നടുക്ക് എയ്മണ്ട് തന്റെ വാളും പൊക്കി പിടിച്ച് നിൽക്കുന്ന ആ ഒറ്റ സീക്വൻസ് ആണ് പ്രധാനമായിട്ട് ഈ ഒരു ടൈറ്റിൽ ഇൻട്രോയിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ദെൻ അതിനുശേഷം ഈ എപ്പിസോഡ് തുടങ്ങുന്നത് ഗോൾഡൻ ടൂത്തിലാണ്. ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ ഗ്രീൻ കൗൺസിലുള്ള ടൈലൻ ലാനിസ്റ്റർ, നമ്മുടെ മാസ്റ്റർ ഓഫ് കോയിൻ ആയിട്ടുള്ള ക്യാരക്ടർ, ആളുടെ ഒരു ബ്രദർ ഉണ്ട് ജെയ്സൺ ലാനിസ്റ്റർ. ഇവർ രണ്ടുപേരും ട്വിൻസ് ആണ്. കഴിഞ്ഞ സീസൺ മുതലേ നമുക്ക് കാണിക്കുന്നുണ്ടായിരുന്നു ഈ 2 ക്യാരക്ടേഴ്സിനെ. സോ ഈ ട്വിൻസ് ആയ ടൈലൻഡിന്റെ ബ്രദർ ആയി ജെയ്സൺ ലാനിസ്റ്റർ ആർമിയെ കൂട്ടിക്കൊണ്ട് ഗോൾഡൻ ടൂത്തിലേക്ക് വരുന്ന സീക്വൻസ് ആണ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. ആൻഡ് ലാനിസ്റ്റർ ആർമി വെറുതെ ഒന്നല്ല, ഓൾറെഡി അവരുടെ സിജിൽ ലയൺ ആണെന്ന് അറിയാം. നമുക്ക് കഴിഞ്ഞ ഗെയിം ഓഫ് ത്രോൺസ് മുതലേ ലാനിസ്റ്റേഴ്സിന്റെ സിജിൽ ഏതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു. ആൻഡ് ഈ ലയൺ സിജിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഓൾറെഡി ഒരു ഗോൾഡൻ ലയനെ കൂടെ കേജ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരുന്നതായിട്ടും ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. ദെൻ ഇവർ ഡയറക്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഗോൾഡൻ ടൂത്തിലേക്കാണ്. ഗോൾഡൻ ടൂത്ത് ഇപ്പോൾ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൗസ് ലെഫോർഡ് ആണ്. ഈ ഹൗസ് ലെഫോർഡിന്റെ ബാനർ ആണ് ഗോൾഡൻ സൺ ഇൻ ബ്ലൂ സ്കൈ വിത്ത് ഗോൾഡൻ പിരമിഡ്. സോ ആ ബാനേഴ്സ് ആയിട്ട് വരുന്ന ഹൗസ് ലെഫോർഡും ഹൗസ് ലാനിസ്റ്റേഴ്സ് തമ്മിൽ കണ്ടുമുട്ടുന്നതും ഹൗസ് ലാനിസ്റ്റേഴ്സ് താൽക്കാലികമായി ഞാൻ ഗോൾഡൻ ടൂത്തിൽ പോയിട്ട് ഹാൾട്ട് ചെയ്യാൻ പോവാണ് എന്ന സീക്വൻസുകളായിരുന്നു അവിടെ പറഞ്ഞിരുന്നത്. ആൻഡ് അവിടെ വെച്ച് ജെയ്സൺ ലാനിസ്റ്റർ ഒരു പ്രപ്പോസൽ കൂടി കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറച്ചു നേരം ഇവർ ഹാൾട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഇവർ നേരെ ഹാരൻ ഹെല്ലിലേക്ക് മാർച്ച് ചെയ്യാം. ആ പോകുന്ന സമയത്ത് എയ്മണ്ട് തന്റെ വാഗാർന്ന ഡ്രാഗണായിട്ട് തങ്ങളെ സപ്പോർട്ടിന് വരും എന്നുള്ള ഒരു പ്രപ്പോസലാണ് ഇവർ ഇവിടെ നിന്ന് കിങ്സ് ലാൻഡിങ്ങിലേക്ക് അയക്കുന്നത്. ദെൻ തൊട്ടടുത്ത സീക്വൻസിൽ നമുക്ക് കാണിച്ചത് ഗ്രീൻ കൗൺസിലാണ്. ഈ കാര്യം ഡിസ്കസ് ചെയ്യുന്ന ഗ്രീൻ കൗൺസിലെ എയ്മണ്ട് ഈ കാര്യം കേട്ട ഉടനെ തന്നെ വളരെയധികം പ്രൊവോക്ഡ് ആവുന്നുണ്ട്. കാരണം ഇപ്പോൾ എയ്മണ്ട് രാജാവിന് പകരമുള്ള ഒരാളാണ്. ആ ആളുടെ അടുത്ത് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഒരു കമാൻഡ് കൊടുക്കാൻ ജെയ്സൺ ആരാണ് എന്ന് ഐലൻഡിനോട് തന്നെ ചോദിക്കുന്ന സീക്വൻസ് ആണ് ഗ്രീൻ കൗൺസിൽ കാണിച്ചു തുടങ്ങിയത്. ദെൻ എയ്മണ്ട് ഫുൾ കൺട്രോൾ എടുത്തു. ഗ്രീൻ കൗൺസിൽ വേറെ ആർക്കും ഇപ്പോൾ വോയിസ് ഇല്ല. പ്രത്യേകിച്ച് ആലിസണിന് പോലും ഒരു വോയിസ് ഇല്ല എന്ന് പ്രധാനമായിട്ട് അവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ഇനി ഒരു യുദ്ധത്തിന് തന്നെ ഇറങ്ങുന്നത് പ്രശ്നമാണ് എന്ന് ഓൾറെഡി ക്രിസ്ത്യൻ കോളൊക്കെ പറഞ്ഞെങ്കിലും എയ്മണ്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു ഓർഡർ തന്നെ കൊടുക്കുകയാണ്. ആൻഡ് എയ്മണ്ടിന്റെ ഓർഡർ കേട്ട് ക്രിസ്ത്യൻ കോൾ തന്റെ ആർമി എടുത്ത് ഹാരൻ ഹെല്ലിലേക്ക് മാർച്ച് ചെയ്യാണ്. ആൻഡ് ഇതിനോടൊപ്പം തന്നെ ഗ്രീൻ കൗൺസിലിൽ നിന്നും അലിസന്റിനെ കൂടി നീക്കം ചെയ്യുന്നുണ്ട് എയ്മണ്ട് ടാർഗറിയൻ. സോ ഇനി എന്നെ ഉപദേശിക്കാൻ ആരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് തീരുമാനങ്ങളൊക്കെ എടുത്തോളാം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എയ്മണ്ടിന്റെ. ദെൻ ഇത് കഴിഞ്ഞ് കട്ട് ചെയ്ത് നേരെ നമുക്ക് പോകുന്നത് ബ്ലാക്ക് കൗൺസിലേക്കായിരുന്നു. അവിടെ ബ്ലാക്ക് കൗൺസിൽ പുതിയ ഹാൻഡ് ഓഫ് ദി കിങ് ആയിട്ട് കോറിൽസ് വലേറിയൻ വരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി കൗൺസിൽ മീറ്റിംഗ് കൂടുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ ടീസ് ചെയ്ത ആ ഒരു ഡ്രാഗൺ സീഡിനെ പറ്റിയാണ്. സോ റെനേറ തന്റെ റിസർച്ചുകളൊക്കെ നടത്തി ഓൾറെഡി മനസ്സിലാക്കിയെടുത്തൊന്ന് തങ്ങളുടെ കൗൺസിലിൽ തന്നെയുള്ള സ്റ്റെഫൻ ഡാർക്ലിൻ ഒരു ഡ്രാഗൺ സീഡ് ആണ് എന്നുള്ളതാണ്. സംഭവം പറയുമ്പോൾ ഇങ്ങനെ ഡയറക്ട്ലി ഡ്രാഗൺ സീഡ് അല്ലെങ്കിലും അവർ ടാർഗറിയൻ ബ്ലഡ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റെഫൻ ഡാർക്ലിനെ അവിടെയുള്ള തങ്ങളുടെ ഡ്രാഗൺസിൽ ഒന്നായ സീ സ്മോക്കിനെ ടൈം ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുന്ന സീക്വൻസുകളായിരുന്നു ബ്ലാക്ക് കൗൺസിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ദെൻ ഇത് കഴിഞ്ഞ് കട്ട് ചെയ്ത് നേരെ പോകുന്ന ഹാരൻ ഹെല്ലിലേക്കായിരുന്നു. അവിടെയുള്ള ഡയമണ്ട് വിഷൻസ് നമ്മൾ ഈ സാധനം കണ്ട് വെറുക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമില്ലാത്ത സംഭവങ്ങളാണ് തോന്നി. കാരണം ഓൾറെഡി ആ ഒരു ക്യാരക്ടർ അവിടെ സ്റ്റക്ഡ് ആണ്. പിന്നെ ഈ വിഷൻസ് കൊണ്ട് വലിയ ഉപകാരങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ എപ്പിസോഡിൽ കാണിച്ച വിഷൻസ് ഓൾറെഡി ഫസ്റ്റ് സീസണിൽ നടന്നിട്ടുള്ള സെയിം ഇവന്റ്സ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. പ്രത്യേകിച്ച് വിസേരിസും ഡയമണ്ടും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ അതേപോലെ തന്നെ ഇവിടെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഇക്കാര്യത്തെ തുടർന്ന് ഈ വിഷൻസ് താങ്ങാൻ സാധിക്കാതെ ഡെയ്മൺ അവിടെ നിന്ന് ഫ്ലഡ് ചെയ്യാൻ പോകുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഡെയ്മൺ ഹാരൻ ഹെല്ലിൽ നിന്നും പോവാൻ നിൽക്കുന്ന സമയത്താണ് ആലിസ് റിവേഴ്സ് ഡെയ്മണെ പിന്നെയും തടയുന്നത്. ആ ഒരു ക്യാരക്ടർ പറയുന്നത് ഇനി 3 ദിവസം വെയിറ്റ് ചെയ്യുക. ആ 3 ദിവസം വെയിറ്റ് ചെയ്യുന്നതിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇനി കുഴഞ്ഞു മറിയും എന്ന് ആ ഒരു ക്യാരക്ടർ ടീസ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ ആലിസ് റിവേഴ്സിന്റെ വാക്കും കേട്ടി ഡെയ്മൺ തൽക്കാലം ഹാരൻ ഹെല്ലിൽ തന്നെ വെയിറ്റ് ചെയ്യാണ്. ഇത് കഴിഞ്ഞ് സ്റ്റെഫൻ ഡാർക്ലിൻ സീ സ്മോക്കിന്റെ ടൈമിംഗ് സീക്വൻസ് ആയിരുന്നു കാണിച്ചത്. ആൻഡ് അത് ഫുള്ള് കംപ്ലീറ്റ്ലി കൊളായി. ആദ്യം വലേറിയൻ ഭാഷയിലൊക്കെ ഒരു പാട്ടൊക്കെ പാടിയിട്ടായിരുന്നു സീ സ്മോക്കിനെ വരുത്തിയത്. ആൻഡ് സീ സ്മോക്ക് ആ ഒരു റൈഡറിനെ എടുത്തില്ല. സ്റ്റെഫൻ ഡാർക്ലിനെ ഡയറക്റ്റ് ആയിട്ട് കരിച്ചു കൊന്നു. ആൻഡ് ഇത് നോട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. ടാർഗറിനോ വലേറിനോ അല്ലാത്ത ഒരു ഡ്രാഗൺ സീഡിന് വെച്ച് ആദ്യമായിട്ട് ഒരു ഡ്രാഗനെ ടൈം ചെയ്യുമ്പോൾ സീക്വൻസ് ആയിരുന്നു ഇവിടെ കാണിച്ചത്. ആൻഡ് ഈ സാധനം കുറെ വട്ടം റിപ്പീറ്റ് ആവുന്നുണ്ട്. ഇതിന് മുമ്പ് നടന്നിട്ടുണ്ട്. ഓൾറെഡി പണ്ട് ടീസ് ചെയ്തിരുന്നു റെയിനെ പോലെയുള്ള ക്യാരക്ടർ വെർമിത്തോറിനൊക്കെ ടൈം ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല എന്നുള്ളത്. സോ ഈ സാധനം വൺസ് ഇപ്പൊ നമുക്ക് സീരീസിൽ കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ബുക്സ് അനുസരിച്ച് ഇത് ഓൾറെഡി കുറെ നടക്കുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് സീരീസിൽ ഇനി ഒരുപാട് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഡ്രാഗന്റെ അടുത്ത് തന്നെ ഒരു 10-30 പേര് പല വട്ടങ്ങളായിട്ട് ഇതേപോലെ പോയിട്ട് കരിഞ്ഞ്
ചാവുന്ന കാര്യം വെറുതെ റിപ്പീറ്റ് അടിച്ച് കാണിച്ചാൽ നമുക്ക് ബോറടിക്കും. അതുകൊണ്ട് സീരീസിൽ പലതും നമുക്ക് കാണിക്കുന്നില്ല എന്നൊരു സീക്വൻസ് മാത്രമേ ഉള്ളൂ. ദെൻ കട്ട് ചെയ്ത് നമ്മൾ നേരെ പോയത് കോർലിസ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ മക്കളായ ആഡമിനെയും അലിനെയും കാണാൻ പോകുന്ന സീക്വൻസ് ആയിരുന്നു. ഇതിൽ ആഡം ഹള്ളുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കോർലിസ് ഇന്ററാക്ട് ചെയ്യുന്ന സീക്വൻസേ നമുക്ക് കാണിക്കുന്നില്ല. അലിനായിട്ട് മാത്രമാണ് കോർലിസ് സംസാരിക്കുന്നത് എപ്പോഴും. ആൻഡ് ഈ ഒരു സീക്വൻസിൽ അലിൻ തന്റെ തല കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനുള്ള കാരണം എപ്പിസോഡിന്റെ പിന്നീടുള്ള സീക്വൻസുകൾ നമ്മൾ കണ്ടു ആ ഒരു ക്യാരക്ടർ തല ഷേവ് ചെയ്യുന്നത്. സോ ആ ഒരു ക്യാരക്ടറിന് വൈറ്റ് ഹെയർസ് ആണ്. സോ വലേറിയൻസിനുള്ള പോലെ തന്നെ വൈറ്റ് ഹെയർസ് ആ ഒരു ക്യാരക്ടറിന് ഉണ്ട് എന്നുള്ളത് എവിഡന്റ് ആയിട്ട് പുറം ലോകത്തിന് അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ആ ഒരു ക്യാരക്ടർ ബോൾഡ് ആയിട്ട് നടക്കുന്നത്. ആൻഡ് ഇദ്ദേഹത്തിന്റെ ബ്രദറായ അലിന് എന്തുകൊണ്ട് വൈറ്റ് ഹെയർ ഇല്ല എന്നുള്ളത് ഇപ്പോഴും ഒരു മിസ്റ്ററിയാണ്. പക്ഷേ ആഡം ഹള്ള് ഈ ഒരു കാര്യം കൊണ്ടാണ് എപ്പോഴും ബോൾഡ് ആയിട്ട് നടക്കുന്നത് എന്ന് ഇവിടെ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കി. ദെൻ ഇത് കഴിഞ്ഞ് നേരെ കിങ്സ് ലാൻഡിംഗിലേക്ക് പോയാൽ കഴിഞ്ഞ എപ്പിസോഡിൽ മിസൈറിയും റൈനേറിയും കൂടി പ്ലോട്ട് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. തങ്ങളുടെ ഹാൻഡ് മെയ്ഡിലുള്ള ഒരു ക്യാരക്ടറിനെ കിങ്സ് ലാൻഡിംഗിലേക്ക് അയച്ച് അവിടെ വെച്ച് ഡയൻ എന്നൊരു ക്യാരക്ടറെ കണ്ടുമുട്ടി പിന്നീട് അങ്ങോട്ട് നടത്തിയ സീക്വൻസുകളുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമുക്ക് ഇവിടെ കാണിച്ചിരുന്നത്. അതായത് സ്മോൾ ഫോക്സ് ഒക്കെ തന്നെ മെല്ലെ ഗ്രീൻസിനെതിരെ തിരിയുന്നതും ബ്ലാക്സിന് സപ്പോർട്ടായിട്ട് മാറുന്ന സീക്വൻസ് ആയിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും ഉൾഫൈറ്റ് എന്നൊരു ക്യാരക്ടർ കാണിച്ചിരുന്നുണ്ട്. സോ ഉൾഫൈറ്റ് ഒരു ഡ്രാഗൺ സീഡ് ആണെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ ടീസ് ചെയ്തിരുന്നു. സോ ആ ഒരു ക്യാരക്ടറും കൂടി മെല്ലെ ബ്ലാക്സിന്റെ അടുത്തേക്ക് തായി വരുന്ന സീക്വൻസ് ആയിരുന്നു പിന്നീട് കാണിച്ചത്. ഇതേ സമയം കിങ്സ് ലാൻഡിംഗിൽ ഫുഡില്ല, ഫുഡിന് ഭയങ്കരധികം ക്ഷാമമുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു ഒരു സീക്വൻസിൽ. ഇതിനുശേഷം ലാരിസ് സ്ട്രോങ്ങും എയ്മുണ്ട് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പറയുന്നുണ്ട്. അവിടെ വെച്ച് എയ്മുണ്ട് താൻ വിചാരിച്ച ആളല്ലാന്ന് ലാരസിന് പ്രത്യേകം മനസ്സിലാവുന്നുണ്ട്. പണ്ട് വിസൈരിസും അലിസന്റും എയ്ഗോൺ ഒക്കെ തന്നെ കേട്ട പോലെ തന്റെ വാക്ക് കേട്ടിരിക്കുന്ന ആളല്ല എയ്മുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് ലാരസിനോട് മനസ്സിലായി. സോ ആ ഒരു പവർ ഷിഫ്റ്റിംഗ് വ്യക്തമായിട്ട് മനസ്സിലായി ലാരിസ്. ഇതിനുശേഷം ഇതിന്റെ കണ്ടിന്യൂഷൻ എന്ന പോലെ എയ്ഗോൺ കാണാൻ പോകുന്ന സീക്വൻസ് നമുക്ക് കാണിച്ചിരുന്നു. സോ എയ്ഗോൺ തിരിച്ച് പവറിലേക്ക് എത്തിയാൽ മാത്രമാണ് ഈ ഒരു ക്യാരക്ടറിന് നിലനിൽപ്പുള്ളൂ എന്ന വ്യക്തമായിട്ട് ലാരിസ് സ്ട്രോങ് അവിടെ മനസ്സിലാക്കി എടുക്കുന്നു. ഇതോടൊപ്പം തന്നെ മേസ്റ്റർ എന്ന് പറയുന്നത് എയ്മണ്ടിന്റെ അടുത്ത് ക്യാരക്ടർ കോൺഷ്യസ് ആയി വർത്താനം പറഞ്ഞു തുടങ്ങിയെന്ന് മനസ്സിലാക്കി ഒപ്പം തന്നെ എയ്മണ്ട് ഡയറക്റ്റ് ആയിട്ട് എയ്ഗോണെ കാണാൻ പോകുന്നുണ്ട്. കാരണം എയ്ഗോൺ അറിയാം എന്താണ് സംഭവിച്ചെന്നുള്ളത്. അത് പുറത്ത് പറഞ്ഞാൽ എയ്മണ്ടിനും പണിയാണ്. സോ ചെറിയ രീതിയിൽ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പോകുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ. പക്ഷെ തനിക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ തനിക്കൊന്നും ഓർമ്മയില്ല എന്ന് മാത്രമായിരുന്നു എയ്ഗോൺ അവിടെ പറഞ്ഞത്. എന്റെ അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങളൊന്നും തന്നെ പുറത്ത് പറയാതിരിക്കുക എയ്മണ്ട് മേസ്റ്റേഴ്സിന്റെ അടുത്ത് പറഞ്ഞ് എയ്ഗോൺ എപ്പോഴും ഡ്രഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എപ്പോഴും ആ ഒരു ക്യാരക്ടർ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയായിരുന്നു എലിസന്റ് പിന്നീട് എയ്ഗോൺ കാണാൻ വന്ന സമയത്തൊക്കെ തന്നെ എയ്ഗോൺ ഉറക്കത്തിലായത്. ഇത് കഴിഞ്ഞ് നേരെ വെയിലിലേക്ക് പോയാൽ അവിടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ക്യാരക്ടറിലൊന്നായിരുന്നു ജെയിൻ ആര്യൻ. ആ ഒരു ക്യാരക്ടറിനെ കഴിഞ്ഞ എപ്പിസോഡിലായിരുന്നു പ്രധാനമായിട്ട് എടുത്ത് കാണിച്ചതും. സോ ഇപ്പോൾ വെയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ക്യാരക്ടറാണ് ഈ ജെയിൻ ആര്യൻ. ജെയിൻ ആര്യന്റെ അടുത്താണ് ബെയിലിയും റെനേറയുടെ 2 മക്കളും ഉള്ളത്. സോ അതിൽ തന്നെ അവിടുത്തെ ഓപ്പണിംഗ് ഷോട്ടിൽ ബെയിലിയും ജോഫ്രിയും കൂടി ആ ഒരു മെഡോസിലൂടെ നടന്നു വരുന്ന സമയത്ത് ഒരു പോയിന്റിൽ ഫുൾ കത്തിക്കരിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഒരുപാട് ഗോഡ്സിന്റെ ഡെഡ് ബോഡിയും കാണിക്കുന്നുണ്ടായിരുന്നു. സോ ഇത് ടീസ് ചെയ്യുന്നത് വേറൊന്നല്ല, വെയിലിൽ വലിയൊരു ഡ്രാഗൺ ഉണ്ട്. ഈ എപ്പിസോഡ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് ജെയിൻ ആര്യനും കൂടി പറഞ്ഞിരുന്നു. അവിടെ ഉള്ളത് ഒരു വൈൽഡ് ഡ്രാഗൺ ആണ്. അത് വേറൊന്നുമല്ല, ഷീപ്പ് സ്റ്റീലർ ആണ്. സോ ഷീപ്പ് സ്റ്റീലർ എന്നുള്ള ഡ്രാഗൺ ആർക്കും ടൈം ചെയ്യാൻ പറ്റാത്ത, ഡ്രാഗൺ റൈഡർ ഇല്ലാത്ത ഒരു വൈൽഡ് ഡ്രാഗൺ ആണ്. സോ അതിന് പേര് വരാൻ കാരണം തന്നെ അവിടെ ഉള്ള എല്ലാ ആടുകളെയും അത് അടിച്ചുകൊണ്ട് പോകും. സോ ഷീപ്പ് സ്റ്റീലറിനെ പറ്റി ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു എപ്പിസോഡിൽ. അതോടൊപ്പം തന്നെ റെയ്ന വെയിലിൽ നിൽക്കാതെ നേരെ പെൻഡോസിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒരു കത്ത് ഓൾറെഡി റെയ്ന പെൻഡോസിലുള്ള പ്രിൻസ് റെജിക്ക് അയച്ചിരുന്നു. സോ പ്രിൻസ് റെജിയുടെ മറുപടി കത്ത് കിട്ടി. സോ ഇവരൊക്കെ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. സോ ഇനി അങ്ങോട്ട് റെനേരയുടെ 2 മക്കളും തന്നെ ഇവരുടെ ഹാഫ് സിസ്റ്റർ ആയി ബെയിലി, ഇവർ 3 പേരും കൂടി നേരെ പെൻഡോസിലേക്ക് പോകാൻ പോവാണ് എന്ന കാര്യങ്ങളായിരുന്നു വെയിലിലെ സീക്വൻസുകളിൽ വെച്ച് പറഞ്ഞത്. ദെൻ തിരിച്ച് ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോയാൽ അവിടെ വെച്ച് റെനേറിയും മിസൈലും തമ്മിൽ പ്ലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സ്മോൾ ഫോക്സിനെ കയ്യിലെടുക്കാനുള്ള ഒരു പ്രത്യേക നീക്കം. അത് വേറൊന്നുമല്ല, കിങ്സ് ലാൻഡിംഗിൽ ഇപ്പൊ തന്നെ പട്ടിണിയാണെന്ന് എല്ലാവർക്കും അറിയാം. സോ ബ്ലാക്സിന്റെ ഭാഗത്ത് നിന്ന് സ്മോൾ ഫോക്സിനെ കയ്യിലെടുക്കാൻ വേണ്ടി അവർക്ക് വേണ്ട ഫുഡ് മിസൈൽ വഴി റെനേറി എത്തിച്ചു കൊടുക്കുന്ന ഭാഗങ്ങളായിരുന്നു അവിടെ കാണിച്ചത്. എന്റെ ഒരൊറ്റ കാര്യത്തിലൂടെ ഇതുവരെ ഗ്രീൻസിനെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്ന സ്മോൾ ഫോക്സ് ഒക്കെ തന്നെ ബ്ലാക്സിന്റെ കൂടെ ചേർന്നു. കാരണം അത്യാവശ്യ ഘട്ടത്തിൽ അവർക്ക് വേണ്ടത് ഭക്ഷണമാണ്. അത് എത്തിച്ചു കൊടുത്ത വ്യക്തിയുടെ കൂടെ തന്നെയാണ് അവർ എപ്പോഴും നിൽക്കുക. ദെൻ ഇത് കഴിഞ്ഞ് യുദ്ധത്തിന് പോകാൻ നിൽക്കുന്ന ക്രിസ്ത്യൻ കോളിനെ കാണാൻ പോകുന്ന എലിസന്റിനെ കാണിച്ചിരുന്നുണ്ട്. അവസാനമായിട്ടൊരു വാക്ക് സംസാരിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അതിനിടയിൽ ഗെയിൻ കയറി വന്നു. സോ ഗെയിനോട് സംസാരിക്കുന്ന സീക്വൻസുകളിൽ തന്നെ എലിസന്റിന്റെ ഏറ്റവും ഇളയ മകനായ ഡെയ്റോൺ ടാർഗറിനെ പറ്റി പറയുന്നുണ്ട്. സോ ഡെയ്റോനെ ഇതുവരെ ഷോയിൽ കാണിച്ചിട്ടില്ല, ഒരുപക്ഷെ ഈ ഒരു സീസണിൽ കാണിക്കുമെന്നും കൂടി അറിയില്ല. പക്ഷേ ആ ഒരു ക്യാരക്ടറിന് ഒരു വലിയ മാസ് എൻട്രി തന്നെ ഈ ഒരു ഷോയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ തന്നെ ടീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിന് ഇപ്പോൾ ഒരു 16 വയസ്സേ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ ഒരുപാട് ബാറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള ക്യാരക്ടറാണ്. ലാനിസ്റ്റർ ആർമിയുടെ ഒപ്പം തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ മിക്കവാറും ഈ ഒരു സീസണിൽ കാണിക്കുന്നുണ്ടാവില്ല, അടുത്ത സീസണിലേക്കായിരിക്കും അവരാളെ തന്നെ ഒരു പക്ഷെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. then അത് കഴിഞ്ഞ് എലിസണിന് ക്രിസ്ത്യൻ കോളിനോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. ആ ഒരു ക്യാരക്ടർ പോയി. then അത് കഴിഞ്ഞ് എലിസന് നേരെ കാണാൻ വരുന്നത് ഹെലേനയായിരുന്നു. ഹെലേനയും കൂടി കൂട്ടിയിട്ട് പ്രയറിന് പോകാനായിരുന്നു എലിസൺ അങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അവിടെ എപ്പോഴും എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹെലേന ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബേർഡ് സ്റ്റോപ്പ് സിംഗിങ് എന്നാണ്. ഇതൊരു പക്ഷേ ഓൾറെഡി കഴിഞ്ഞ ആ ഒരു സീക്വൻസിനെ ടീസ് ചെയ്യുന്നതായിരിക്കും. ടെഫോൺ ഡാർക്ലൈൻ ഡ്രാഗൺസിനെ ടൈം ചെയ്യാൻ പോകുന്ന സീക്വൻസ് കാണിച്ചിരുന്നു. അവിടെ വരച്ച് ഈ ഡ്രാഗൺ കീപ്പേഴ്സ് ആയിട്ടുള്ളവർ വലേറിയൻ ഭാഷയിൽ പാട്ട് പാടിയിട്ടായിരുന്നു ഡ്രാഗൺസിന് വരുത്തിയത്. ഒരു പക്ഷേ അവിടെ വരച്ചു വന്ന കാര്യമായിരിക്കും ഇവിടെ പ്രൊഫസി പോലെ ഹെലേന പറയുന്നത്. അതിനെപ്പറ്റി വലിയ വ്യക്തത ഇല്ല. ദെൻ അത് കഴിഞ്ഞ് ഇവർ പ്രയറിന് പോകുന്ന സമയത്തായിരുന്നു ആ ഒരു സ്മോൾ ഫോക്സിന്റെ ഇടയിൽ നിന്നും ആ ഒരു വലിയ കയോട്ടിക് സിറ്റുവേഷൻ തന്നെ ഉണ്ടായത്. സോ ഇവരൊക്കെ തന്നെ ഗ്രീൻസിനെതിരെ തിരിഞ്ഞു. എലിസന്റിനും ഹെലേനയും അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സീക്വൻസ് കാണിച്ചിരുന്നു. അതിന് തൊട്ട് മുമ്പ് ക്യൂഹാമറിന് ഫുഡ് കിട്ടുന്നതും ആ ഒരു ക്യാരക്ടറിന്റെ കംപ്ലീറ്റ് ചേഞ്ച് ഫ്രം ഗ്രീൻസ് ടു ബ്ലാക്ക് എന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ ഡയമണ്ട് വിഷനാണ് കാണിച്ചത് ഹാരൻഹലിൽ വെച്ച്. കഴിഞ്ഞ സീക്വൻസുകളിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രദറായിട്ട് പോലും വിസേരിസിന് ഒരു ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് ഡയമണ്ട് അവിടെ ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് തന്റെ ഭാര്യയും മകനും മരിച്ച സമയത്ത് ഒന്ന് സമാധാനം
സമാധാനിപ്പിക്കാൻ പോലും ഡെയ്മൺ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പകരം തന്റെ വിജയം ആഘോഷിക്കുകയായിരുന്നു. ഒരു ദിവസം രാജാവായ കുട്ടി എന്നൊക്കെ പറഞ്ഞത് മരിച്ചുപോയ കുട്ടീനെ അടക്കം ഡെയ്മൺ കളിയാക്കി എന്നൊക്കെ വിസേരിസ് തൊട്ട് മുമ്പത്തെ സീക്വൻസുകളിൽ പറഞ്ഞിരുന്നു. അതിന് ആനുപാതികമായിട്ട് വിസേരിസിനെ ഡെയ്മൺ സമാധാനിപ്പിക്കുന്ന സീക്വൻസ് ആണ് അവിടെ കാണിച്ചു തന്നത്. ആൻഡ് ഈ ഒരു കാര്യം ഒരിക്കലും നടന്നിട്ടില്ല, ഈ ഒരു വിഷനിലൂടെ മാത്രമേ നടന്നിട്ടുള്ളൂ. ഡെയ്മൺ ടാർഗറിയൻ ആ ഒരു കാര്യത്തിൽ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നതും തൊട്ടടുത്ത സീക്വൻസുകളിൽ കാണിച്ചിരുന്നു. ഇത് കഴിഞ്ഞായിരുന്നു ഈ എപ്പിസോഡിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സീക്വൻസുകളിൽ ഒന്ന്. സോ സീസ്മോക്കിന് ഇപ്പോൾ ഓൾറെഡി റൈഡർ ഇല്ല. സീസ്മോക്കിന് ഓൾറെഡി ഉണ്ടായിരുന്ന റൈഡർ ലെയ്നോർ വലേറിൻ ആയിരുന്നു. സോ ലെയ്നോറിന് എന്ത് പറ്റി എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. ആ ഒരു ക്യാരക്ടർ ബുക്കിലെ പോലെ മരിച്ചിട്ടില്ല. ഷോയിലെ ഒരു ക്യാരക്ടർ കടലിൽ കടന്ന് പോവുക മാത്രമാണ് ചെയ്തത്. സോ റൈഡർ ലെസ് ആയിട്ടുള്ള സീസ്മോക്ക് എന്നൊരു ഡ്രാഗൺ ഓൾറെഡി വേറെ റൈഡർ ഇപ്പൊ ടൈമിയം വന്നിട്ട് സമ്മതിക്കാത്ത ആ ഒരു ഡ്രാഗൺ സ്വയമായിട്ട് ഒരു റൈഡറിനെ തെരഞ്ഞെടുക്കുന്ന സീക്വൻസ് ആണ് അവിടെ കണ്ടത്. ആൻഡ് ആ ഒരു ഡ്രാഗൺ തെരഞ്ഞെടുക്കുന്നതാവട്ടെ ആഡമോ ഹോളിനെ. സോ ഇതിന് മുമ്പുള്ള എപ്പിസോഡുകളിലൊക്കെ തന്നെ ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ഒരു ക്യാരക്ടർ ഡ്രാഗൺസിനെ കണ്ട് അമ്പരന്ന് നിൽക്കുന്നത്, പ്രത്യേകിച്ച് സീസ്മോക്കിനെ തന്നെ. ആൻഡ് ആഡമോ ഹോൾ നമുക്കറിയാം കോറിൽസ് വലേറിന്റെ മകനാണ്. സോ ഒരു വലേറിയൻ ബ്ലഡ് ഉള്ള ഒരു ക്യാരക്ടറാണ്. സോ ഇതും ടെക്നിക്കലി ഒരു ഡ്രാഗൺ സീഡ് തന്നെയാണ്. സോ ഡ്രാഗൺ സീഡായ ആഡമോ ഹോളിനെ സീസ്മോക്ക് തെരഞ്ഞെടുക്കുന്ന സീക്വൻസ് അവിടെ കാണിച്ചു. ആൻഡ് ഇതിന് തൊട്ട് കണ്ടിന്യൂഷൻ ആയിട്ട് മെയ്സേരിയും റെനിയറിയും കൂടി സംസാരിക്കുന്ന സീക്വൻസുകൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ആൻഡ് അവിടെ വെച്ച് ബുക്സിൽ ഇല്ലാത്തൊരു കാര്യം എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് കൂടി ചെയ്യുന്നുണ്ട്, ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അതിനിടയിലായിരുന്നു സീസ്മോക്കിന്റെ വാർത്ത റെനിയറിയുടെ അടുത്തേക്ക് എത്തിയത്. സോ സീസ്മോക്കിന് ഇപ്പോൾ റൈഡർ കിട്ടിയിട്ടുണ്ട്, ആരാണെന്ന് വ്യക്തമല്ല, ആകാശത്തൂടെ പറക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അത് മറ്റാരുമല്ല ആഡമോ ഹോൾ. ഞാൻ ഈ ഒരു വാർത്ത കേട്ട ഉടനെ തന്നെ റെനിയറിയ തന്റെ ഡ്രാഗണായ സിറാക്സിനെ എടുത്തുകൊണ്ട് പറക്കുന്ന സീക്വൻസ് കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ് തീർത്തത്. സോ പൊളിറ്റിക്കലി ഒരുപാട് ഇവന്റ്സ് നടന്ന ഒരു എപ്പിസോഡായിരുന്നു. ഹാരൻഹെല്ലിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, ഡെയ്മൺ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഡ്രാഗൺ സ്റ്റോണിലും കിങ്സ് ലാൻഡിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് കിങ്സ് ലാൻഡിൽ ആ ഒരു ടൈഡ് മുഴുവനായിട്ട് ഷിഫ്റ്റ് ആയി. സ്മോൾ ഫോക്സിനൊക്കെ തന്നെ ഗ്രീൻസിനെതിരെ വെറുപ്പായി എന്നുള്ള സീക്വൻസ് ആയിരുന്നു പ്രധാനമായിട്ട് എടുത്ത് കാണിച്ചത്. കൂടാതെ കഴിഞ്ഞ എപ്പിസോഡിൽ ബ്ലാക്സിന്റെ ഡ്രാഗൺ സീഡ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡ്രാഗൺ സീഡ്സ് എങ്ങനെയാണ് ഡ്രാഗനെ ടൈം ചെയ്യാൻ പോകുന്നത് എന്നതും കൂടി ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ട് എടുത്ത് കാണിച്ചിരുന്നു. ആൻഡ് ഇനി വെറും 2 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. 7 and 8 ഈ ഒരു സീസൺ കംപ്ലീറ്റ് ആയിട്ട് വൈൻഡ് അപ്പ് ആവും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ട് നടന്നത്. ഇതിൽ വേറെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടാതെ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.